السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള 2026 ഫെബ്രുവരി മാസം 13 നടത്തിയ വിശ്വാസ പ്രമാണം അഥവാ ഷഹാദ എന്ന പ്രസംഗത്തിൻ്റെ രണ്ടാം ഭാഗം. ഷഹാദ അതായത് വിശ്വാസ പ്രമാണം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നത് ഒരു വിശ്വാസവാക്യം മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസിയിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണത്, പ്രതിബദ്ധതയാണത്. അവൻ്റെ രക്ഷകനായി അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം സ്ഥാപിച്ച് നിർത്തലാണത്. ഷഹാദ എന്ന് പറഞ്ഞത് തൻ്റെ രക്ഷകനായി അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ സ്ഥാപിച്ച് നിർത്തലാണ്. ദൈവമായി അവൻ മാത്രം, അവൻ മറ്റൊന്നിനെയും ആരാധിക്കുന്നതല്ല. ആളുകളോ മൃഗങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം മറ്റെന്തിനെയെങ്കിലുമോ അവൻ ആരാധിക്കുന്നതല്ല. ഈ വ്യക്തി തികച്ചും ബോധവാനായിരിക്കണം അവൻ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ. അതായത് ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് അവന് ബോധ്യം ഉണ്ടായിരിക്കണം. മറ്റാരും അതിന് യോഗ്യരല്ല. എന്തിനേറെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ പോലും. ഷഹാദയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കലും അവനെ മാത്രം ആരാധിക്കലും. രണ്ടാമത്തെ ഘട്ടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കലും അവൻ്റെ പ്രവാചകനാണെന്നും അവൻ്റെ റസൂൽ ആണെന്നും അംഗീകരിക്കലുമാണ്. ഇവിടെ നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു തആല ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങൾ അറിയണം, ആരാധനയ്ക്കർഹൻ ഞാൻ മാത്രമാണ്. നിങ്ങൾ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. എൻ്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുൻപ് വന്ന പ്രവാചകന്മാരെയും ദൂതന്മാരെയും പോലുള്ള ഒരാളാണ്. ഇനി അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകന്മാരെയും ദൂതന്മാരെയും പോലുള്ള ഒരാൾ മാത്രമാണ്. ഇവരൊക്കെ മനുഷ്യരാണ്, എന്നിൽ നിന്നും വന്നവരാണ്, നിങ്ങൾക്ക് വഴി കാണിക്കുവാനായി. അവർ നിങ്ങളെ എന്നിലേക്ക് വഴി കാണിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ അവസ്ഥ ഇതാണ്. അവരിത് നമുക്ക് വഴി കാണിച്ചു തരുന്നു.
ആ വഴിയിലൂടെ നമ്മൾ പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ പോകണ്ട. ഇത്രയേ ഉള്ളൂ ഡ്യൂട്ടി അവരുടെ. ഈ ദൂതന്മാർ വഴികളാണ്. അവർ അല്ലാഹുവിലേക്ക് നിങ്ങളെ നയിക്കും, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക്. അവർ തനിയെ ഒറ്റയ്ക്ക് ലക്ഷ്യങ്ങളല്ല. ഇസ്ലാമിന് മുമ്പുള്ള അനേകം ജനത അവരുടെ ദൂതന്മാരെ അവർ ദൈവങ്ങളായി അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാവിധത്തിലുമുള്ള ബുദ്ധിമോശങ്ങൾ അവർ പുലമ്പിക്കൊണ്ടിരുന്നു. മുമ്പ് വന്ന പ്രവാചകന്മാരും തങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണം നടത്തിപ്പോയപ്പോൾ അവർ അതിന് പുറകെ വന്ന ജനത അവർക്ക് വായി തോന്നിയ പല കാര്യങ്ങളും ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. ഈ തെറ്റായ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അങ്ങനെ ഇസ്ലാം വന്നു. പ്രവാചകന്മാരും ദൈവത്തോടൊപ്പം ഈശ്വരാംശമുള്ളവരാണ് എന്ന് വിശ്വാസത്തെ തച്ചുടയ്ക്കുവാൻ. ഈ പ്രവാചകന്മാർക്കൊന്നും ദൈവികാംശമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ കരുതി അവർക്ക് ദൈവികാംശമുണ്ട് എന്ന് പറഞ്ഞ് അവരെ കുമ്പിടുകയാണെങ്കിൽ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഇല്ലായ്മ ചെയ്യുവാനും തച്ചുടയ്ക്കുവാനുമാണ് പിന്നെയും ദൂതന്മാരെ നിയോഗിച്ചു. അങ്ങനെ ഇസ്ലാം ഷഹാദ അഥവാ വിശ്വാസ പ്രമാണം സ്ഥാപിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ സ്ഥാപിച്ച വിശ്വാസ പ്രമാണമാണ് ഷഹാദ. പ്രവാചകന്മാർ വഴി കാണിക്കുന്നവർ മാത്രമാണ് എന്ന് വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടു. അവർ ചൂണ്ടുപലകകളാണ്. അല്ലാഹുവിലേക്ക് പോകുന്നതിന് ആളുകളെ വഴി കാണിക്കുന്ന ചൂണ്ടുപലകകൾ. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മറ്റുള്ളതിനെ എല്ലാം ഒഴിവാക്കുന്ന പാഠം നൽകുന്നവർ മാത്രമാണ് പ്രവാചകന്മാർ. അങ്ങനെ ജീവിതത്തിലെ സമസ്ത മണ്ഡലങ്ങളിലും നാം പ്രവർത്തിക്കേണ്ടത് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ചൂണ്ടുപലകകൾ മാത്രമാണ് പ്രവാചകന്മാർ. നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളുമായി ബന്ധപ്പെടണം, എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, എങ്ങനെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വീട്ടിൽ നിന്നും പുറപ്പെടണം, എങ്ങനെ തിരിച്ചെത്തണം എന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ ചുരുക്കത്തിൽ ഡേ ആൻഡ് നൈറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവർ ചൂണ്ടുപലകകൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഷഹാദ. ആ ഷഹാദ നമ്മുടെ ഹൃദയത്തിൽ സദാസമയവും രൂഢമൂലമായി നിൽക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഈ ചൂണ്ടുപലകകൾ സ്ഥാപിച്ചു തരുന്നതിന് വേണ്ടി വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ചര്യകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ. ആ ഷഹാദ നമ്മുടെ ഹൃദയത്തിൽ സദാസമയവും നിലനിർത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.